ഐക്യരാഷ്ട്രസഭയുടെ യോഗത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ നെതന്യാഹുവുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ പുറത്തു വരുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിടുന്നത്. അവർ പറയുന്നത് ഇത്തരത്തിലാണ്: നെതന്യാഹു അറസ്റ്റ് വാറണ്ട് ഭയന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭയപ്പെട്ട് വിമാനത്തിന്റെ റൂട്ട് മാറ്റി സഞ്ചരിച്ചു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. നമുക്കറിയാം 2024 നവംബറിൽ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് മറ്റാരുമല്ല, അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയാണ്. പ്രത്യേകിച്ച് യുദ്ധക്കുറ്റത്തിനാണ്. പാലസ്തീനിൽ നടക്കുന്ന ഹമാസിനെതിരെയുള്ള വലിയ രീതിയിലുള്ള ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പലരും ഇദ്ദേഹത്തിനെതിരെ പരാതി നൽകുകയും അതിന്റെ വിചാരണ നടത്തുകയും ആ വിചാരണയിലാണ് ഇദ്ദേഹത്തെ കുറ്റക്കാരനായി കണ്ടെത്തി കുറ്റവാളിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. പക്ഷെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഒരു രാജ്യങ്ങൾക്കും ധൈര്യമില്ല. അദ്ദേഹത്തിന്റെ സഞ്ചാരം തുടരുകയാണ്. ഇത്തരത്തിൽ ഒരാളാണല്ലോ പുട്ടിൻ ഏതെങ്കിലും രാജ്യത്ത് പോകാതിരിക്കുന്നുണ്ടോ? പക്ഷെ ഇപ്പോൾ അത്തരം ഒരു ഭയപ്പാട് നെതന്യാഹുവിനുമേൽ വന്നു പതിച്ചിരിക്കുന്നു. അദ്ദേഹം യൂറോപ്യൻ രാജ്യങ്ങളുടെ സഞ്ചാരപാത ഒഴിവാക്കി 600 കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ചാണ് ഐക്യരാഷ്ട്രസഭയിലെ യോഗത്തിൽ പങ്കെടുത്തതെന്നാണ് പറയുന്നത്. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം വാർത്തകൾ വന്നിട്ടും ഇസ്രയേൽ പ്രതികരിച്ചിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തിന് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയെ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള ധൈര്യമുള്ളതായി എന്തായാലും തോന്നുന്നില്ല. കാരണം ആ ഒരു രാജ്യം ഒരേ സമയം 6 രാജ്യങ്ങളുമായാണ് യുദ്ധം നടത്തുന്നത്. അതോടൊപ്പം തന്നെ തങ്ങളുടെ ശത്രുക്കൾ ഹമാസിന്റെ ഭീകരവാദികൾ ഒക്ടോബർ 2027 ഒക്ടോബർ 7-ന് ഇസ്രയേലിലേക്ക് കടന്നു കയറി ഇസ്രയേലിലെ സാധാരണക്കാരായ ജനങ്ങളെ, സ്ത്രീകളെയും കുട്ടികളെയും അതോടൊപ്പം തന്നെ ടൂറിസ്റ്റുകളെയും ആക്രമിച്ച ഭീകരവാദികളെയും അവരുടെ നേതാക്കളെയും തിരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുകയാണല്ലോ. അത് അങ്ങ് ഇറാനിൽ ഒളിച്ചാലും അങ്ങ് ഖത്തറിൽ ഒളിച്ചാലും അവിടെ എത്തി ഇസ്രയേലിന്റെ വിമാനങ്ങൾ എത്തി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ചെറിയ രാജ്യമെന്നോ ഇറാനെന്നോ സിറിയയെന്നോ ഗാസയെന്നോ ലെബനോനെന്നോ അങ്ങനെ ഒരു രാജ്യവും അവർ പരിഗണിക്കുന്നില്ല. തങ്ങളുടെ ശത്രുക്കൾ ഏത് രാജ്യത്താണോ അവരുടെ വലിപ്പം ഇവർ പരിശോധിക്കുന്നില്ല. അവരെ പൂർണ്ണമായി തന്നെ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്തിന്റെ ഭരണം കൈയാളുന്ന ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ യൂറോപ്യൻ രാജ്യങ്ങൾ വളർന്നിട്ടുണ്ടോ? പ്രത്യേകിച്ച് അമേരിക്കയുടെ പിന്തുണ ഉള്ളത് കൊണ്ട് പൂർണ്ണമായ പിന്തുണയാണല്ലോ, തുറന്ന പിന്തുണയാണല്ലോ ഇസ്രയേലിന് അമേരിക്ക നൽകുന്നത്. അത് നാം ഇറാനുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട്. ഇറാനെ അവിടെ ആണവായുധം നിർമ്മിക്കുന്ന പശ്ചാത്തലത്തിൽ ഇസ്രയേൽ ഇറാനിൽ ആക്രമണം നടത്തുകയും അവസാന ഘട്ടത്തിൽ അമേരിക്ക തന്നെ നേരിട്ടിറങ്ങി ഇസ്രയേലിന് സഹായം നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ. ഇറാനെ പൂർണ്ണമായി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ അമേരിക്കയുടെ പിന്തുണയുള്ള രാജ്യത്തിന്റെ നേതാവിനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുമെന്ന് എന്തുകൊണ്ട് മാധ്യമങ്ങൾ പറയുന്നു എന്ന് വ്യക്തമല്ല. ഇനി ഇതിൽ വ്യക്തത വരുത്താനുള്ളത് ഇസ്രയേലാണ്. അല്ലാതെ പറയും പോലെ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭയപ്പെട്ട് 600 കിലോമീറ്റർ മാറി സഞ്ചരിച്ച ഐക്യരാഷ്ട്രസഭയുടെ യോഗത്തിലെത്തണം. ഇതിപ്പോൾ നമ്മുടെ കേരളത്തിലെയും അതോടൊപ്പം തന്നെ ദേശീയ മാധ്യമങ്ങളും പറയുന്നത് പോലെ നരേന്ദ്രമോദി പല നേതാക്കളെയും ഭയപ്പെട്ടാണ് ഇവിടെ ജീവിക്കുന്നതെന്ന്. ഇതിനു മുൻപുള്ള നേതാവിന്റെ പേര് അവർ അപ്പോൾ മറന്നുപോകും, മൻമോഹൻ സിംഗ്. കാരണം പാകിസ്ഥാന് മുന്നിൽ വരെ ഭയപ്പെട്ട് നിന്നിരുന്ന കാലമുണ്ടല്ലോ. മുംബൈ സ്ഫോടനം ഉണ്ടായപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളും അതോടൊപ്പം തന്നെ ഇന്ത്യൻ സൈനികരും ആഗ്രഹിച്ചതാണ് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി പാകിസ്ഥാന് നൽകണമെന്ന്. പ്രത്യേകിച്ച് 200-ലധികം പേരാണെന്ന് അന്ന് മരണപ്പെട്ടത്. അതുപോലെ തന്നെ മുംബൈ എന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരം 3 ദിവസമാണ് സ്തംഭിച്ചത്. അങ്ങനെ ആ രീതിയിലേക്ക് പാകിസ്ഥാന്റെ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിട്ടും പിന്നീട് ഏറ്റവും ക്രൂരമായ സംഭവമായിരുന്നല്ലോ ഇന്ത്യൻ സൈനികരുടെ തല അറുത്തുകൊണ്ട് പാകിസ്ഥാനിലെ പട്ടാളവും ഭീകരവാദികളും പോയത്. അപ്പോഴും സൈനികർ ആഗ്രഹിച്ചു തിരിച്ചടി നൽകാൻ. അന്നെല്ലാം മൗനം പാലിച്ച പാകിസ്ഥാനെയും അതോടൊപ്പം തന്നെ ചൈനയും പ്രകോപിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ച നേതാക്കൾ ഇക്കാലത്തിരുന്ന് പറയുകയാണ് നരേന്ദ്രമോദി ഭീരുവാണെന്നും. അതുപോലെ ആയിരിക്കും എന്നാൽ ഈ മാധ്യമങ്ങളും ചിന്തിക്കുന്നത്. ഒന്ന് നോക്കൂ, ഏത് രാജ്യം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ധൈര്യം കാണിക്കും? കാരണം എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ പരസ്യമായ നിലപാടെടുക്കുന്നുണ്ട്. കാരണം അത് ദോഹയിൽ ഒരു ആക്രമണം ഉണ്ടായപ്പോഴുള്ളതാണ്. അത് ഇന്ത്യ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം ആ അറബ് രാജ്യങ്ങളുമായ നല്ല ബന്ധം സൂക്ഷിക്കാൻ
പ്രത്യേകിച്ച് എണ്ണപ്പാടങ്ങൾ നിറഞ്ഞ അറബ് രാജ്യങ്ങളുമായി നല്ല ബന്ധം സൂക്ഷിക്കാൻ എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനൊരു നീക്കം പലരും ആ ഘട്ടത്തിൽ ഇസ്രയേലിനെതിരെ രംഗത്ത് വന്നത്. അല്ലാത്ത പക്ഷം ഇസ്രയേലിനെ കൊണ്ടാണ് ലോകരാജ്യങ്ങൾക്ക് ഗുണം. പല കമ്പനികളുടെയും തലപ്പൊത്തിരിക്കുന്നതെല്ലാം ജൂത വിഭാഗത്തിൽപ്പെട്ടതാണല്ലോ. അപ്പോൾ അവരെ തള്ളിപ്പറയാൻ എന്തായാലും അമേരിക്കയ്ക്കും കഴിയില്ല, ഒരു രാജ്യങ്ങൾക്കും കഴിയില്ല, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും കഴിയില്ല. കാരണം ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഈ അറബ് രാജ്യങ്ങൾ ഇന്ത്യയെ സഹായിക്കാൻ വരില്ല. സഹായിക്കാൻ വരുന്നത് ഇസ്രയേലും അതോടൊപ്പം തന്നെ മൊസാദും അടക്കമുള്ള അവരുടെ സംഘടനകളായിരിക്കുമെന്ന് ഇന്ത്യക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അത് ഇന്ത്യ തിരിച്ചറിയുന്നത് കൊണ്ടാണ് അവരെ കൃത്യമായി പിന്തുണയ്ക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ഇപ്പോൾ തുറന്നു പിന്തുണ നൽകുന്നുണ്ട്. അതിനെ ഇപ്പോൾ കേരളത്തിലെ മുസ്ലിം ലീഗോ കോൺഗ്രസോ നമ്മുടെ പിണറായി വിജയനോ ഒരു കാഫയും ധരിച്ചു വന്ന് ഭീഷണിപ്പെടുത്തിയാലൊന്നും ഇന്ത്യയുടെ നിലപാട് പിന്നോട്ട് പോകുന്നില്ലല്ലോ. അത് കൃത്യമായി തന്നെ അവർ പിന്തുടരുന്നുണ്ടല്ലോ. അത്തരത്തിൽ തന്നെയാണ് നെതന്യാഹുവും. അദ്ദേഹത്തിൻ്റെതായ കൃത്യമായ നിലപാടുണ്ട്. അദ്ദേഹം കൃത്യമായി തന്നെ പോരടിക്കുകയാണല്ലോ. ഇസ്രയേൽ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, അവർ 2023 ഒക്ടോബർ 7 അപ്രതീക്ഷിതമായ ഒരു ആക്രമണം നടത്തുകയും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തുമെന്നും അതിനെ പിന്തുണച്ചവരെ ഭൂമിയിൽ നിന്ന് തുടച്ചു നിൽക്കുമെന്നും അന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്നു. ആ സമയം ഇങ്ങ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ കൈയടിച്ച് ആഘോഷിക്കുന്നത് കണ്ടു. ചില നേതാക്കളെ ഓർത്ത് കൈയടിക്കുന്നത് കണ്ടു. ഇന്ന് ആ നേതാക്കളെ ഓർത്ത് കൈയടിക്കുകയല്ല, ആ നേതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കാരണം അവരെ നിന്ന് ഭൂമിയിലില്ല. ഇസ്രയേൽ പൂർണ്ണമായി തന്നെ തുടച്ചു നീക്കിയിട്ടുണ്ട്. ആ തുടച്ചു നീക്കിയ ആ രീതി തന്നെയാണ് ഇപ്പോഴും ഇസ്രയേൽ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഹമാസ് ഇതിനൊരു അവസാനം കണ്ടില്ലെങ്കിൽ, അവരുടെ ആക്രമണങ്ങൾ വച്ചു നിർത്താൻ, പ്രത്യേകിച്ച് ബന്ദികളെ വിട്ടു നൽകാൻ തയ്യാറായില്ലെങ്കിൽ പൂർണ്ണമായി തന്നെ ഹമാസിനെ തുടച്ചു നീക്കാനുള്ള ശ്രമം അവർ തുടരും. അതിന് യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ അറസ്റ്റ് ചെയ്യും, തന്നെ തടവിലാക്കും എന്നൊന്നും ഇസ്രയേൽ വലിയ രീതിയിൽ പരിഗണിക്കുന്നില്ല. ഇത്തരം മാധ്യമങ്ങൾ ചിലപ്പോൾ പറയാം, അന്ന് തന്നെ ഉണ്ടായിട്ടുണ്ടല്ലോ, ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നു, ഈ ഇറാന്റെ ആക്രമണം ഉണ്ടായപ്പോഴും മറ്റു ആക്രമണങ്ങളും ഉണ്ടായപ്പോഴും നെതന്യാഹു ഇസ്രയേൽ വിട്ടു, അങ്ങ് സ്പെയിനിലോ ഫ്രാൻസിലോ എന്തോ വിമാനം കണ്ടു എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ടല്ലോ. വാർത്ത നൽകി മണിക്കൂറുകൾക്കകം തന്നെ ഇസ്രയേൽ ഇറാന്റെ ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങൾ, അവിടുത്തെ ജനങ്ങൾക്ക് പിന്തുണയുമായി അദ്ദേഹം ഓടിയെത്തുകയാണ്. ഇത് തന്നെയായിരിക്കും ഈ റിപ്പോർട്ടിലും. അന്ന് കൃത്യമായിരുന്നു, മാധ്യമങ്ങൾ പറയുകയാണ്, ഇറാന്റെ ആക്രമണം ഭയപ്പെട്ട് നെതന്യാഹു നാട് വിട്ടിരിക്കുന്നു, അദ്ദേഹത്തെ മറ്റൊരു സ്ഥലത്ത് കണ്ടുവെന്ന്, മറ്റൊരു രാജ്യത്ത് കണ്ടുവെന്ന്. അങ്ങനെയെങ്കിൽ ആ രാജ്യത്തിൽ നിന്നും ഈ രാജ്യത്തേക്ക് എത്താൻ മണിക്കൂറുകൾ വേണം. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞത് അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയാണ്. അതെങ്ങനെയാണ്? അദ്ദേഹം ഇനി മായാജാലം പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അത്തരത്തിലൊരു വാർത്ത തന്നെയായിരിക്കും ഇതിനും ഈ വാർത്തയ്ക്ക് പിന്നിലും. കാരണം അതാണ് ഇവരുടെ ആഗ്രഹം. പലരുടെ ആഗ്രഹം ഇതാണല്ലോ, ഹമാസ് ജയിക്കുക, അതോടൊപ്പം തന്നെ നെതന്യാഹുവിനെ തടവിലാക്കുക, ഇസ്രയേലിനെ പിടിച്ചെടുക്കുക. അത് ചില വിഭാഗക്കാരുടെ സ്വപ്നം മാത്രമാണ്. അവർ ഇപ്പോൾ 50-ലധികം വർഷമായി പോരാട്ടം നടത്തുകയാണല്ലോ. 50-60 വർഷത്തിലധികമായി പോരാട്ടം നടത്തിയിട്ട് എന്തായി? ഈ പോരാട്ടം നടത്തിയവരുടെ എണ്ണം കുറയുകയും ഇസ്രയേലിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. അവർ കൂടുതൽ ശക്തിപ്പെടുകയാണ്. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് അവർക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവരുടെ ആ സാമ്രാജ്യം. അവരുടെ ഇപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും പോലെ പ്രശ്നമാണ്. പാകിസ്ഥാൻ ഇന്ത്യ അനാവശ്യമായി ചൊറിയുന്നത് പോലെ ഈ ഇസ്രയേലിന് ചുറ്റുമുള്ള ചില രാജ്യങ്ങൾ മതത്തിന്റെ പേരിൽ അവരെ വേട്ടയാടാൻ ശ്രമിച്ചാൽ അത് എങ്ങനെ പരിഹരിക്കണമെന്നും എങ്ങനെ തിരിച്ചടിക്കണമെന്നും അവർക്ക് കൃത്യമായ ധാരണയുണ്ട്. അത് തന്നെയാണ് ഇനി കാണാൻ പോകുന്നതും ഇതിനു മുമ്പ് നാം കണ്ടതും.